ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗാന്ധിനഗറിൽ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിന് വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച് അരവിന്ദ് കെജ്രിവാൾ. മലപ്പുറം ജില്ലയിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒരുമയുടെ ഉത്സവമായ ഓണം ആഘോഷമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഗുണഭോക്താക്കളുമായി സംവദിക്കും. 4ാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഗമം, അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതി എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ഒഡീഷയിലെത്തുന്ന ശ്രീ മോദി ഭുവനേശ്വറിൽ 3800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. ഝാർഖണ്ഡിലെ ടാറ്റാനഗർ, പട്ന ഉൾപ്പെടെ രാജ്യത്തെ 6 വന്ദേഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നിർവഹിച്ചു. ജംഷഡ്പൂരിൽ നടക്കാൻ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാനായി രാവിലെ പ്രധാനമന്ത്രി റാഞ്ചി വിമാനത്താവളത്തിലെത്തിയെങ്കിലും കനത്ത മഴയെ തുടർന്ന് ഓൺലൈനായി ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു. 660 കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന വിവിധ റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിന് വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന ദർശനം ചിന്തകൾക്കും മുൻഗണനകൾക്കും മാറ്റം വരുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഝാർഖണ്ഡിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പദ്ധതിയിലൂടെ എല്ലാവർക്കും സ്വന്തം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക മാത്രമല്ല, അവരുടെ ആത്മാഭിമാനം ഉയർത്തുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് ശ്രീ മോദി പറഞ്ഞു. ജംഷഡ്പൂരിലെ ഗോപാൽ മൈതാനിയിൽ നടന്ന പരിവർത്തൻ മഹാറാലിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച് അരവിന്ദ് കെജ്രിവാൾ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ആം ആദ്മി പാർട്ടി MLA-മാരുടെ യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനൊപ്പം വരുന്ന നവംബറിൽ നടത്തണമെന്നും ശ്രീ കെജ്രിവാൾ ആവശ്യപ്പെട്ടു. ഡൽഹി മദ്യനയ കേസിൽ വെള്ളിയാഴ്ചയാണ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം രാജിപ്രഖ്യാപനത്തിലൂടെ അരവിന്ദ് കെജ്രിവാൾ തനിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണെന്ന് BJP ചൂണ്ടിക്കാട്ടി. മലപ്പുറം ജില്ലയിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച 24 വയസ്സുകാരനാണ് നിപ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനാ ഫലം പോസിറ്റീവായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ അടിയന്തര യോഗം ചേർന്നിരുന്നു. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് നിപ സ്ഥിരീകരിച്ചത്. 151 പേരാണ് യുവാവിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി M. സുരേഷ് ബാബു. ഈ വിദ്യാർത്ഥി 4 സ്വകാര്യ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടിയിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഐസൊലേഷനുള്ള 5 പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലേക്ക് എത്തിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ആർക്കെങ്കിലും അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗബാധയ്ക്ക് സാധ്യതയുള്ള എല്ലാവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ, ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോൺടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ആ സമയത്ത്
അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഗൃഹാതുര സ്മരണകളുമായി ഓണം ആഘോഷമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഓണക്കോടിയും സദ്യവട്ടങ്ങളും ഒത്തുചേരലുകളുമായി ഒരു തിരുവോണ ദിനം കൂടി കടന്നു പോകുമ്പോൾ മലയാളികൾക്ക് ഇത് പ്രതീക്ഷയുടെ ഓണം കൂടിയാണ്. അതിജീവനത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും സന്ദേശം കൂടിയാണ് ഇത്തവണ ഓണം നൽകുന്നത്. സംസ്ഥാന സർക്കാർ നടത്താറുള്ള ഓണാഘോഷം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഒഴിവാക്കിയിരുന്നു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിജീവിച്ച വയനാട്ടുകാർ തിരുവോണ നാളിൽ ഒത്തുചേർന്നു. ദുരന്തബാധിതർക്കായി സമൂഹ ഓണസദ്യയും ഒരുക്കിയിരുന്നു. കേരളത്തിന് പുറത്തും പൊലിമ ചോരാതെ ഓണാഘോഷങ്ങൾ ഗംഭീരമാക്കി കേരളീയർ. വിദേശ രാജ്യങ്ങളിലും മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സാംസ്കാരിക പരിപാടികളും പായസമേളകളുമൊക്കെ സജീവമായിരുന്നു. നാടിന്റെ സംസ്കാരവും തനിമയും വിളിച്ചോതിയ ഓണമായിരുന്നു ഇത്തവണയുമെന്ന് ശ്രീലങ്കയിൽ നിന്നും പ്രവാസി മലയാളി ജ്യോതി നാരായണൻ ആകാശവാണി വാർത്തകളോട്. ലോകത്തെ എല്ലായിടത്തും ഉള്ളതുപോലെ ഓണത്തെ ഒരുപാട് ആഘോഷപൂർവ്വമാണ് ശ്രീലങ്കയിൽ മലയാളികൾ വരവേറ്റത്. നേരത്തെ തന്നെ ഒരുക്കങ്ങളെല്ലാം എല്ലാ തിരക്കിനിടയിലും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പൂക്കൾ ഒരുക്കിയും സദ്യ ഉണ്ടും നാടിന്റെ ആ ഒരു നോസ്റ്റാൾജിയ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മലയാളികൾ അല്ലാതെ മറ്റു സുഹൃത്തുക്കളെയും സദ്യ ഉണ്ണാൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരവും ആഘോഷവും എല്ലാവർക്കും ഏറെ ഇഷ്ടമായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ നബിദിനം നാളെ. രാഷ്ട്രപതി ദ്രൗപദി മുർമു എല്ലാവർക്കും നബിദിനാശംസകൾ നേർന്നു. സ്നേഹവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ പ്രവാചകൻ എല്ലാവരെയും പ്രചോദിപ്പിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. സമൂഹത്തിലെ സമത്വത്തിനും ഐക്യത്തിനും ഊന്നൽ നൽകാനും സമാധാനപരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീമതി മുർമു തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. സർക്കാർ ജോലികളിൽ മാത്രമല്ല സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ തൊഴിൽ മേഖലകളിലും അവസരങ്ങൾ കണ്ടെത്തണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. നാഗ്പൂരിലെ രാംദേവ് ബാബ സർവകലാശാലയിൽ ഡിജിറ്റൽ ടവർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 12 നിലകളുള്ള ഡിജിറ്റൽ ടവറിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ക്ലാസ് മുറികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 434 വ്യാവസായിക തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിലെ ഭരണഘടനാ ക്ഷേത്രങ്ങളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ ആത്മാവാണ് ഭരണഘടനയെന്നും പാർലമെന്റ് അതിന്റെ സംരക്ഷകനാണെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞു. ഭരണഘടന വായിക്കാനും മനസ്സിലാക്കാനും ബഹുമാനിക്കുവാനുമുള്ളതാണെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ ചൊവ്വാഴ്ച വാദം തുടരും. സംഭവത്തെക്കുറിച്ചുള്ള CBIയുടെ പുതിയ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ചൊവ്വാഴ്ച പരിഗണിക്കുക. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ CBI അറസ്റ്റ് ചെയ്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, താല പോലീസ് സ്റ്റേഷന്റെ ചാർജുണ്ടായിരുന്ന ഓഫീസർ അഭിജിത്ത് മൊണ്ടാൽ എന്നിവരെ 3 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC മത്സരം പുരോഗമിക്കുന്നു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരമാണ് ഇത്. ലുവനിൽ നടന്ന ബെൽജിയൻ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അൻമോൾ ഖർബിന് കിരീടം. 17-കാരിയായ ഖർബ് ഫൈനലിൽ ഡെൻമാർക്ക് താരത്തെ പരാജയപ്പെടുത്തിയാണ് തന്റെ ആദ്യ സീനിയർ അന്താരാഷ്ട്ര കിരീടം സ്വന്തമാക്കിയത്. യാഗി ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യ. മ്യാൻമാർ, വിയറ്റ്നാം, ലാവോസ് എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ മാനുഷിക സഹായം അയച്ചു. ഭക്ഷണവും വസ്ത്രങ്ങളും മരുന്നുകളും ഉൾപ്പെടെ 10 ടണ്ണിന്റെ സഹായം ഇന്ന് മ്യാൻമാറിലേക്ക് അയച്ചതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗാന്ധിനഗറിൽ സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിന് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച് അരവിന്ദ് കെജ്രിവാൾ. മലപ്പുറം ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒരുമയുടെ ഉത്സവമായ ഓണം ആഘോഷമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.